ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് തലശ്ശേരി മട്ടൺ ദം ബിരിയാണി ആക്കിയാലോ? അപ്പോൾ അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ സൈഡ്സ് ഉണ്ടാക്കുന്നതും ഒക്കെ നമുക്കിന്ന് ഈ വീഡിയോയിൽ കൂടി കാണാം. ആദ്യം നമുക്ക് അരി കഴുകി മാറ്റി വെക്കാം. ഇവിടെ ഞാൻ 3 കപ്പ് റോസ് കൈമ അരിയാണ് എടുത്തിരിക്കുന്നത്. 2-3 വെള്ളത്തിൽ നല്ലപോലെ കഴുകി നമുക്കിതൊരു അരിപ്പയിലേക്ക് മാറ്റാം. തലശ്ശേരി ബിരിയാണിക്ക് അരി വറുത്തിട്ടാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ അരിയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ നല്ലപോലെ വറന്ന് കിട്ടില്ല. അതുകൊണ്ടാണ് അരി ആദ്യം തന്നെ കഴുകി ഒരു അരിപ്പയിലേക്ക് മാറ്റി വെക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാനൊരു 3/4 കിലോ അടുക്കെ മട്ടൺ എടുത്തിട്ടുണ്ട്. നല്ല എല്ലുള്ള ഷോൾഡർ പാർട്ടാണ് എടുത്തിരിക്കുന്നത്. ബിരിയാണിക്ക് ഏറ്റവും നല്ലത് ഷോൾഡർ പീസാണ്. അതാണ് മട്ടണിൽ ഏറ്റവും കൂടുതൽ ഫ്ലേവറുള്ള പാർട്ട്. സോ നിങ്ങൾക്ക് ഷോൾഡർ പീസ് കിട്ടുവാണെങ്കിൽ അത് തന്നെ എടുക്കാം. ഇനി ഇത് 2-3 വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കഴുകി മാറ്റി വെക്കാം. ഇവിടുത്തെ മട്ടൻ ഒരു സ്ട്രോങ് സ്മെല്ലുണ്ട്. സോ അത് മാറ്റാൻ വേണ്ടി മട്ടൻ നല്ലപോലെ കഴുകി വെച്ചതിന് ശേഷം അതിലേക്ക് നല്ല തിളക്കുന്ന വെള്ളവും ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം അരിപ്പയിലേക്ക് വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെക്കണം. മട്ടനിൽ വെള്ളം വാർന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞെടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ഒരു 5 വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. 4 ഉള്ളി മസാലയ്ക്കും 1 ഉള്ളി ഫ്രൈ ചെയ്യാനും റൈസിനും വേണ്ടിയിട്ടും, പിന്നെ 2 തക്കാളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 15 അല്ലി വെളുത്തുള്ളി, 10-12 പച്ചമുളക്, മല്ലിയില, ലൈം. എൻ്റെ അടുത്ത് ഇവിടെ ഉള്ളത് നല്ല എരിവുള്ള പച്ചമുളകാണ്. നിങ്ങളുടെ അടുത്തുള്ള പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഉള്ളി അരിഞ്ഞെടുക്കാം. ഉള്ളി അങ്ങനെ നേർങ്ങനെ അരിയേണ്ട ആവശ്യമില്ല. റഫായിട്ട് ചോപ്പ് ചെയ്താൽ മതി. കാരണം ഞാനിവിടെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കുഴച്ചിട്ടാണ് വെക്കുന്നത്. ഇതുപോലെ റഫായിട്ട് ചോപ്പ് ചെയ്താൽ മതിയാവും. ഉള്ളിയും തക്കാളിയും ഒക്കെ ഇതുപോലെ അരിഞ്ഞ് മാറ്റി വെക്കുക. ഇവിടെ ഇപ്പം വളരെ കുറച്ച് ക്വാണ്ടിറ്റി ബിരിയാണി ആക്കുന്നത് കാരണം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരുമിച്ച് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറേ ക്വാണ്ടിറ്റി മസാലയൊക്കെ ആണെങ്കിൽ നമുക്കിത് 3 സെപ്പറേറ്റ് ഇതുപോലെ ചതച്ചെടുക്കണം. ഇനി ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച മട്ടനും ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഗ്യാസ് ഓണാക്കി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്യാതെ മുഴുവനായും ആഡ് ചെയ്ത് മൂടി വെച്ച് മീഡിയം തീയിൽ മട്ടൻ വേകുന്നത് വരെ വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു 5 ഗ്ലാസ് വെള്ളം കെറ്റിലിൽ ചൂടാക്കാൻ വെക്കാം. 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസും കുറച്ചും എന്ന അളവിൽ 5 ഗ്ലാസ് വെള്ളം വേണം. വെള്ളം ചൂടാവുന്ന നേരം കൊണ്ട് നമുക്ക് വറുത്തെടുക്കാനുള്ള ഉള്ളി വളരെ തിൻ സ്ലൈസാക്കി മുറിച്ചെടുക്കാം. ഇതുപോലെ നെയ്ച്ചോറിന് വേണ്ടി ഒരു പട്ടയില, ഒരു 5-6 ഗ്രാമ്പൂ, 2 ഏലക്കായ, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, പിന്നെ ഒരല്പം കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ചെറിയൊരു കഷ്ണം ഉള്ളി. ഇനി നെയ്ച്ചോറ് വെക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീയും 1 ടേബിൾ സ്പൂൺ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് നമുക്ക് നല്ലപോലെ വറുത്തെടുക്കണം. വറുത്തെടുക്കുന്നതിന് തീ ഒന്ന് കൺട്രോൾ ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ ഉള്ളി ഇട്ടിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമുക്കത് വറുത്തെടുക്കാൻ. ഉള്ളി കരിഞ്ഞു പോകരുത്. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. കാരണം പുറത്ത് നിന്ന് ഉള്ളി ഒന്നുകൂടി ഡാർക്കാവും. അതുകൊണ്ട് ഡാർക്കാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. അതുപോലെ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് കോരാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കറുപ്പയും കറാമ്പും ഏലക്കായും കറുവപ്പട്ടയുടെ ഇലയും ഉള്ളിയും ചേർത്ത് ഒന്ന് ചൂടായാൽ അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച അരിയിട്ട് നല്ലപോലെ വറുത്തെടുക്കണം. അരി നല്ലപോലെ വറക്കണം. ഓവറായിട്ട് വറന്ന് പോകരുത്. ഏകദേശം ഒരു 2 മിനിറ്റ് വറുത്ത് കഴിയുമ്പം തന്നെ നമുക്ക് അരിക്കൊരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യും. നമ്മൾ വറക്കുന്ന നേരം അരി ഒന്ന് ടൈറ്റ് ആയതുപോലെ തോന്നും. അതാണ് അരിയുടെ വറന്നതിൻ്റെ പാകം. ആ സമയത്ത് നമുക്കിതിലേക്ക് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെള്ളത്തിൽ ഉപ്പ് ഒരല്പം മുന്തി കിടക്കണം. എങ്കിൽ മാത്രമേ ചോറിൽ ആവശ്യത്തിന് ഉപ്പുണ്ടാവൂ. ഒന്ന് തിളച്ചാൽ നമുക്ക് മൂടി വെച്ച് ഒരു മീഡിയം തീയിൽ ചോറ് വേകുന്നത് വരെ വെക്കണം.
ഇടയ്ക്കൊന്ന് മസാല നോക്കുക, ഇളക്കി കൊടുക്കുക. ചോറിലെ വെള്ളമൊക്കെ ഇപ്പോൾ വറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. വളരെ ശ്രദ്ധിച്ചിട്ട് മയത്തിൽ വേണം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ. ചോറ് പൊടിഞ്ഞു പോകരുത്. വളരെ സോഫ്റ്റായിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റ് വളരെ ചെറിയ തീയിലൊന്ന് വെക്കണം. ചോറ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാ ചട്നിയും സാലഡും തയ്യാറാക്കാം. ഇതിന് വേണ്ടി ഒരു 1/4 കപ്പ് തേങ്ങയിൽ ഒരു 2 ചെറിയ പച്ചമുളക്, ഒരു അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. അരഞ്ഞു പോകരുത്, ചതച്ചെടുക്കേ വേണ്ടൂ. ഇനി സാലഡ് തയ്യാറാക്കാൻ ഒരു കപ്പ് യോഗേർട്ട്, ഒരു ചെറിയ കഷ്ണം ഉള്ളി ചെറുതായി അരിഞ്ഞത്, പച്ചമുളകും ഒരല്പം മല്ലിച്ചപ്പും തക്കാളിയും ഉപ്പും ഒരല്പം ലൈം ജ്യൂസും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം നമ്മുടെ ചട്നിയും സാലഡും തയ്യാറായി. ഇപ്പം നമ്മുടെ ചോറ് നല്ല പാകത്തിന് വെന്ത് റെഡിയായിട്ടുണ്ട്. നമുക്ക് മസാല എന്തായെന്ന് നോക്കാം. ഇറച്ചി ഒന്ന് വേവ് നോക്കണം. ഇറച്ചിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നിറയെ ഗരം മസാല പൊടിയും ചെറുതായി അരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പും പുളി നോക്കി ആവശ്യത്തിന് ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ മതിയാകും. പുളി നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് മൂടി വെച്ച് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ചെറിയ തീയിലൊന്ന് വെക്കണം. ഇനി നമുക്ക് ദമ്മിടാൻ ആവശ്യമായ സാധനങ്ങൾ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരല്പം ലൈം ജ്യൂസിൽ ഒരു നുള്ള് മഞ്ഞൾ കലക്കി വെക്കാം. ഞാനിവിടെ കളർ യൂസ് ചെയ്യുന്നില്ല, ഇതാണ് യൂസ് ചെയ്യാറ്. കുറച്ച് ഗരം മസാല, പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും. ഇപ്പം മസാല നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം മല്ലിച്ചപ്പും ഒരു നുള്ള് ഗരം മസാലയും ആഡ് ചെയ്ത് നമുക്ക് റൈസിന് ലെയർ ചെയ്ത് കൊടുക്കാം. മസാല കവർ ചെയ്യുന്നത് വരെ റൈസ് ആഡ് ചെയ്തതിന് ശേഷം മഞ്ഞൾ ചേർത്ത ലൈം ജ്യൂസും കൊറിയാൻഡർ ലീവ്സും ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാം കുറച്ച് വേണ്ടൂ. അതിനുശേഷം നമുക്ക് ലെയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഏറ്റവും മുകളിലായി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കത്തി എടുത്ത് ജസ്റ്റ് കുത്തി ഒരു 3 ഹോൾസ് ആക്കി എടുക്കുക. ഒരു ടൈറ്റായുള്ള മൂടി കൊണ്ട് മൂടി വെച്ച് വളരെ ചെറിയ തീയിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ദം ചെയ്തെടുക്കണം. ദമ്മാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മിൻറ്റ് ലൈം ടീ തയ്യാറാക്കാം. അതിനുവേണ്ടി 4 ഗ്ലാസ് വെള്ളം അടുപ്പിൽ വെച്ചൊന്ന് തിളച്ചാൽ ഒരു ടീസ്പൂൺ തേയില ചേർത്തും തിളപ്പിക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്ത് അതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങയുടെ നീരും ആവശ്യത്തിന് മധുരവും നല്ല ഫ്രഷ് മിൻറ്റ് ലീവ്സും ചേർത്തൊരു ടീ പോട്ടിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ റിഫ്രഷിംഗ് മിൻറ്റ് ലൈം ടീ തയ്യാറായി കഴിഞ്ഞു. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് ദമ്മ് തുറക്കാം. നല്ല ആവി പറക്കുന്ന മട്ടൻ ബിരിയാണി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ചോറൊക്കെ നല്ല സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. മഞ്ഞൾ ചേർത്തത് കാരണം മഞ്ഞ കളറ് അവിടെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ നേരത്തെ നെയ്ച്ചോറ് തയ്യാറാക്കിയ പാത്രത്തിലേക്ക് തന്നെ ചോറ് മാറ്റിയിടാം. ഈ മസാല പരങ്ങിയ ചോറും നമുക്ക് ബിരിയാണി റൈസിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റൈസിന് നല്ല ഫ്ലേവർ വരും. ഇപ്പോൾ മസാലയും റൈസൊക്കെ റെഡിയായി. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ യമ്മി ആൻഡ് ഡെലിഷ്യസ് തലശ്ശേരി മട്ടൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. തലശ്ശേരി ബിരിയാണി എപ്പോഴും സെർവ് ചെയ്യുന്ന നേരം സെപ്പറേറ്റ് ആയിട്ടാണ് സെർവ് ചെയ്യുക. റൈസ് വേറെയും മസാല വേറെയായിട്ട്, രണ്ടും കൂടി ഒരിക്കലും മിക്സ് ചെയ്യില്ല. പിന്നെ അതിൻ്റെ കൂടെ സൈഡ്സായിട്ട് ഞാനിവിടെ അച്ചാറും തൈര് സാലഡും ചട്നി തേങ്ങാ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. നോർമലി അത് തന്നെയാണ് സെർവ് ചെയ്യുക. ഇതെൻ്റെ ഫ്രൈഡേ ലഞ്ചായിരുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമാണ്, ടേസ്റ്റിയുമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസിലേക്ക് കൂടി അറിയിക്കുക.
ബിരിയാണി വെക്കുമ്പോൾ 2-3 കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കറക്റ്റ് ആയിരിക്കണം. 2, തീയുടെ കൺട്രോളാണ്, ഫ്ലെയിം കൺട്രോൾ. മീഡിയം ടു ലോ ഹീറ്റിൽ വെച്ചിട്ട് എപ്പോഴും വേവിച്ചെടുക്കാൻ ശ്രമിക്കുക. ഹൈ ഹീറ്റിലാവുന്നേരം ബിരിയാണിക്ക് അത്ര ടേസ്റ്റും ഫ്ലേവറും വരില്ല. എപ്പോഴും സ്ലോയിൽ ദമ്മിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നല്ല ഹെവി ആയിട്ടുള്ള ബിരിയാണി കഴിച്ചതിന് ശേഷം 1 കപ്പ് റിഫ്രഷിങ് മിൻറ്റ് ലൈം ടീ ഒരു സുഖമാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വെള്ളിയാഴ്ച നിങ്ങളുടെ എല്ലാവരുടെയും ഡൈനിങ് ടേബിളിൽ എൻ്റെ ഈ തലശ്ശേരി മട്ടൻ ബിരിയാണിയും അതിൻ്റെ കൂടെയുള്ള സൈഡ്സും ഈ മിൻറ്റ് ലൈം ടീയും ഒക്കെ ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.